മലയാളികളുടെ അഭിമാനമായ ഷെഫ് പിള്ള സാറിൻ്റെ ഒരു ഫേമസ് ഐറ്റമാണ് മീൻ നിർവാണ. ആ ഐറ്റമാണ് നമ്മളിന്നിവിടെ ട്രൈ ചെയ്തത്. വാഴയിലൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മുടേതായ ഒരു രീതിയിലാണ് നമ്മളിന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. മുളക് പൊടിയും മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്തത്. നന്നായി മാരിനേറ്റ് ചെയ്ത ഈ ഫിഷിനെ ഒരു 30 മിനിറ്റ്സ് നമ്മളത് സെറ്റാകാൻ വെക്കുക. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഈ മീനെ അങ്ങോട്ട് നല്ല വൃത്തിക്കാണ്ട് ഇട്ടെടുക്കുക. അതിനുശേഷം ഒരു സൈഡ് ഒരു 3 മിനിറ്റ് ഫ്രൈ ആക്കുക. അതിനുശേഷം അടുത്ത സൈഡ് വീണ്ടും ഒരു 3 മിനിറ്റ് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഈ മീനെ ഈ പാനൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് അതിന് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ സൈഡ് അതിൻ്റെ സ്കിന്നൊന്നും വിട്ടു പോരാതിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് അതിൻ്റെ പേസ്റ്റ് സോസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് വേണ്ടത് കോക്കനട്ടാണ്, ഫ്രഷ് മിൽക്ക്, അതായത് 1-ാം പാൽ എടുക്കുക. തേങ്ങയുടെ 1-ാം പാൽ എടുത്തിട്ട് മീനിൽ ഒഴിക്കാതെ അതിൻ്റെ സൈഡിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റംസ്. അതായത് പെപ്പർ പൗഡർ കുറച്ചിടുക, ജിഞ്ചർ കുറച്ച് അരിഞ്ഞിടുക, കുറച്ച് ഗാർലിക് ഇടുക, തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ കിട്ടുമെങ്കിൽ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മുളക് ഇടുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഐറ്റം റെഡി. എന്നിട്ട് അത് കുറച്ച് നേരം നമ്മളത് ഇങ്ങനെ പാനിൽ വേവിക്കുക. അധികം നേരം വേണ്ട, കുറച്ച് എല്ലാം സെറ്റായി വന്നതിന് ശേഷം ഇതിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് അപ്പമാണ്. അപ്പത്തിൻ്റെ കൂടെ ഇത് ബെസ്റ്റാണ്. കൂടാതെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. എല്ലാം റെഡിയായി വരുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിവിടെ എടുത്തിരിക്കുന്ന മീൻ ഷേരിയാണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഇത് വെച്ചിട്ട് അടിപൊളി മീനാണ് ഷേരി. അതിൽ നമുക്ക് ഇതിൻ്റെ കരിമീൻ ചെയ്ത ഐറ്റം പൊളിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ഐറ്റം. അപ്പം ഷെഫ് പിള്ള സാറിന് ഒരു താങ്ക്സ് പറയാണ്. ഈ കിടിലൻ റെസിപ്പി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. സൂപ്പറായിട്ടാണ്.